ബീഹാർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി എൻഡിഎ അധികാരത്തിലെത്തിയെങ്കിലും ആ വിജയം ഇന്നും പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ല. കുറഞ്ഞപക്ഷം തങ്ങളുടെ ചില അവകാശങ്ങൾ അംഗീകരിച്ചു തന്നാൽ ബീഹാറിലെ പരാജയം അംഗീകരിക്കുമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുമ്പോൾ മൗനം മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി. പോളിംഗ് ബൂത്തുകളിലെ CCTV പരിശോധിക്കാൻ അനുവദിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിനോട് ഇപ്പോഴും മുഖം തിരിക്കുകയാണ് കമ്മീഷൻ ചെയ്യുന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലെയും CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് നൽകിയ വിവരാവകാശ അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകൂടി ചെയ്തതോടെ അട്ടിമറികളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് വീണ്ടും പ്രതിപക്ഷ പാർട്ടികൾ. 243 മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് ദിവസത്തെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നിന്നുള്ള വിവരാവകാശ പ്രവർത്തകൻ അജയ് ബസുദേവ് ബോസ് നൽകിയ അപേക്ഷയാണ് നിരാകരിച്ചിരിക്കുന്നത്. 1961 തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ റൂൾ 93(1) പ്രകാരം കോടതി ഉത്തരവില്ലാതെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അനുമതി നൽകാനാവില്ലെന്ന് ബഗുസരായ് ഡെപ്യൂട്ടി ഇലക്ഷൻ ഓഫീസർ മറുപടി നൽകിയിട്ടുണ്ട്. വോട്ടെടുപ്പിന് ശേഷം സീൽ ചെയ്ത ഇത്തരം രേഖകൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ തുറന്നു പരിശോധിക്കാൻ കഴിയൂ എന്നാണ് അധികൃതരുടെ വിശദീകരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ അജയ് ബസുദേവ് രംഗത്തെത്തിയിട്ടുണ്ട്. 45 ദിവസത്തിനുള്ളിൽ ആർക്കും CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കാമെന്ന് കമ്മീഷൻ നേരത്തെ പറഞ്ഞിരുന്നതാണെന്നും ഇപ്പോൾ കോടതി ഉത്തരവ് വേണമെന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണെന്നും അപേക്ഷ സമർപ്പിച്ച വ്യക്തി പറയുന്നുണ്ട്. പെൻഡ്രൈവിലോ CD-യിലോ ദൃശ്യങ്ങൾ നൽകണമെന്നായിരുന്നു അജയ് ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് നടക്കുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ പരാതികളൊന്നും ലഭിച്ചില്ലെങ്കിൽ ദൃശ്യങ്ങൾ നശിപ്പിച്ചു കളയണമെന്നാണ് നിലവിലെ ചട്ടം. അതുകൊണ്ട് തന്നെ ബീഹാറിലെ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ചാമ്പലാക്കിയിരിക്കാം. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 45 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആര് പരാതി സമർപ്പിച്ചാലും ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അവസരം നൽകണമെന്ന ചട്ടമാണ് അട്ടിമറിക്കപ്പെട്ടത്. നേരത്തെ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നത് എന്തിന് എന്ന ചോദ്യവുമായി രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 45 ദിവസത്തിന് ശേഷം പോളിംഗ് ബൂത്തുകളിലെ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ച് കളയുന്നത് എന്തിനാണ്? തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്കെതിരെ പരാതി നൽകാനുള്ള സമയപരിധി കഴിയുന്നതോടുകൂടി നിർണായകമായ തെളിവുകൾ ഇല്ലാതാകുന്നത് സുതാര്യതയെ ബാധിക്കുമെന്നും രാഹുൽ പാർലമെന്റിലടക്കം വാദിച്ചിരുന്നു. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാതെ ഇതാ CCTV ഒന്നാകെ നശിപ്പിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മഹാരാഷ്ട്രയിലെ അമരാവതി സ്വദേശിയും വിവരാവകാശ പ്രവർത്തകനുമായ അജയ് ബസുദേവ് ബോസ് നൽകിയ അപേക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിചിത്ര നടപടി. ബീഹാറിലെ രേഖ ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ബീഹാറിലേക്ക് നൽകേണ്ടതിന് പകരം മഹാരാഷ്ട്രയിലേക്കാണ് നേരത്തെ നൽകിയത്. പിന്നീട് ഇത് തിരികെ ബീഹാറിലേക്ക് കൈമാറിയപ്പോഴാണ് കോടതി ഉത്തരവ് വേണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. 2025 നവംബർ 17 അജയ് ബസുദേവ് ബോസ് ആദ്യം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചത്. ബീഹാറിലെ 243 നിയമസഭാ മണ്ഡലങ്ങളിലായി നവംബർ 6, 11 തീയതികളിൽ നടന്ന വോട്ടെടുപ്പിന്റെ സമ്പൂർണ്ണ CCTV ദൃശ്യങ്ങൾ പെൻഡ്രൈവിലോ CD-യിലോ ലഭ്യമാക്കണമെന്നായിരുന്നു ആവശ്യം. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സഖ്യം വൻ ഭൂരിപക്ഷത്തിന് ഭരണം നിലനിർത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത കമ്മീഷനുണ്ട്. ഇതിനുവേണ്ടിയാണ് വിവരാവകാശ പ്രവർത്തകർ CCTV ദൃശ്യങ്ങൾ തേടി രംഗത്ത് വന്നത്. എന്നാൽ ഒരു മുഴം നീട്ടിയെറിഞ്ഞ് കമ്മീഷൻ ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ കത്തിക്കുമ്പോൾ അത് ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യവും ശക്തമാകുന്നുണ്ട്.